ഹലോ, ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. റവ ഉപ്പുമാവ്. എല്ലാവരും പറയും ഉണ്ടാക്കിയത് ശരിയാകത്തില്ല, ഇത് ബാച്ചിലേഴ്സിൻ്റെയാണ്. ഞങ്ങളും പറയുന്ന ബാച്ചിലേഴ്സ് ബ്രേക്ക്ഫാസ്റ്റാണ്, ബാച്ചിലേഴ്സിൻ്റെയാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് റവ ഉപ്പുമാവ്, എളുപ്പം. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ കഴിക്കാം, കൂട്ടാൻ പോലും ഒന്നും വേണ്ട. എല്ലാവരും ഉണ്ടാക്കിയത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ടിപ്പ് പറയുക. ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ലതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ച് നോക്കുക. താങ്ക് യു. ഇത് നല്ലതായിട്ട് വറുത്ത റവയാണ്, നല്ലതായിട്ട് വറുത്ത റവ. എന്നാലും ഞാൻ ഒന്നുകൂടെ വറക്കുക. അതിന് നമ്മൾ ഒരു 2 സ്പൂണ് നെയ്യ്, ചെറിയ സ്പൂൺ 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് വെച്ചു. ആ നെയ്ക്കകത്തോട്ട് ഇതിൽ 2 കപ്പ് റവ, ഈ കപ്പിന് വറുത്ത റവയാണ്, ഒന്നുകൂടെ വറക്കുക. ഈ കപ്പിന് 2 കപ്പ് റവ, 2 കപ്പ് റവ ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. റവ നല്ലതായിട്ട് സോഫ്റ്റായി. നമ്മൾ ആ വറുത്ത റവയെ ഒരു പാത്രത്തിലോട്ട് മാറ്റി തിരിച്ച് അതേ പാത്രം വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി, കടുക് ഇട്ടു. കടുക് കൂട്ടി കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് ഇഞ്ചി ഇട്ടു. ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, ഇത്ര ഇട്ടു. ഇതിനെ നമുക്കൊന്ന് 2 മിനിറ്റ് മൂപ്പിച്ചെടുക്കാം. അതിനകത്തൊന്ന് ഇച്ചിരി കരിവേപ്പില ഇട്ടു. ഒത്തിരി ഒന്നും മൂക്കണ്ട. കുറച്ച് ക്യാഷ്, കപ്പലണ്ടി ഇടാം, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കപ്പലണ്ടി ഇല്ല. കുറച്ച് ക്യാഷ്, ഇച്ചിരി ലേസ് ഇട്ട് അതൊന്നുകൂടെ വഴട്ടാം. നമ്മൾ കുറച്ച് ഇതൊരുമാതിരി മൂത്തും കുറച്ച് ഉപ്പ് അതിനകത്ത്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടു. തിളച്ച വെള്ളം, ഈ കപ്പിന് റവയിട്ട് ഇതിൽ 2 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളം. എന്നാലേ നല്ല സോഫ്റ്റ് ആകും. 1 കപ്പ് ഒഴിക്കണം, ഞാൻ ഒഴിച്ചോളാം. ആ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് തിളയ്ക്കാൻ വെക്കാം. ഇത് നല്ലതായിട്ട് തിളച്ചു. ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം നോക്കാം. ഇത് റവ ചെറുതായിട്ട് കുറേശ്ശേനകത്ത് തീ സിമ്മ വെച്ചിട്ട് ഇളക്കി വെക്കും. നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്ന് ഒട്ടും കട്ടയുണ്ടാവില്ല. ഇപ്പം തീ സിമ്മ ഇരിക്കുക. കുറച്ച് നെയ്യ്, ഇച്ചിരി നെയ്യ് അതിന് മേലോട്ട് തീ ഓഫ് ചെയ്തിട്ട്, തീ ഓഫാണ്, ഓഫ് ചെയ്തിട്ട് മൂന്ന് കുറച്ച് നേരം ഒരു മിനിറ്റ് കഴിഞ്ഞ്
നമ്മുടെ ഉപ്പുമാവ് നല്ലതായിട്ട് വന്നു. നല്ല സോഫ്റ്റായിട്ട് കട്ട കട്ടാതെ നല്ല കുഴഞ്ഞിട്ട് വിടാം. എന്നാൽ കട്ട കിട്ടിയിട്ട് വിടാം. നല്ലതായിട്ട് വന്നു. ഇച്ചിരി മല്ലിയില നമുക്കിതിന് മേലെ ഇടാം കേട്ടോ. ഉപ്പുമാവ് റെഡി. ഉപ്പുമാവും തേങ്ങാ ചട്നി നല്ല കോമ്പിനേഷൻ.